സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കാര്യകാരണ സഹിതം റൈറ്റ്ലി ഡിവൈഡ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് കാര്യകാരണ സഹിതം റൈറ്റ്ലി ഡിവൈഡ്? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് കാര്യകാരണ സഹിതം മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന് അത് ബോധ്യമാവുകയുള്ളൂ, അത് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ, അല്ലേ? നമുക്ക് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളായിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ കാര്യകാരണ സഹിതം എന്താണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ താല്പര്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നമ്മളത് വിശ്വസിക്കുകയാണ്, അത് സത്യമെന്ന് വിശ്വസിക്കുകയാണ്. ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യമെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു മനുഷ്യബുദ്ധി കൊണ്ട് അത് അളന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ കന്യക ഗർഭം ധരിക്കണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ കാര്യത്തിൽ ഒരു പുരുഷൻ തൊടാതെയുള്ള പരിശുദ്ധാത്മാവിലുള്ള ജനനമായിരുന്നു യേശുക്രിസ്തുവിൻ്റേത്. അത് മാനുഷിക ബുദ്ധിയിൽ നമുക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ എല്ലാ ക്രിസ്ത്യാനികളും തന്നെ വിശ്വസിക്കുന്നു. കന്യകാമറിയത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലാണ് ഈ ലോകത്ത് ഭൂജാതനായത് എന്നുള്ളത് നമുക്കറിയാൻ അറിവുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഉപദേശം നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളെ ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഇവിടെ ഈ വാക്യമാണ് ഇംഗ്ലീഷിൽ വായിച്ചാൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ആശയം. എന്ന് പറഞ്ഞാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ ശ്രമിക്കണം. അതിനെ ഇംഗ്ലീഷിൽ വായിച്ച് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യവചനത്തെ റൈറ്റായി വിഭജിക്കുക, അപ്പോൾ തന്നെ ദൈവിക സത്യങ്ങളെ പഠിക്കുകയും അപ്പോൾ തന്നെ തരംതിരിച്ച് വിഭജിച്ച് ശരിയാകും വണ്ണം മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ദൈവിക സത്യങ്ങളെ, ദൈവവചനത്തെ, ദൈവസത്യത്തെ അതിനെ എന്ത് ചെയ്യണം? റൈറ്റായിട്ട് വിഭജിച്ച് അതിനെ തിരിച്ച് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണ്. ആ സത്യങ്ങളെ നമ്മൾ തരം തിരിച്ച് റൈറ്റായതിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ദൈവവചനമാണ്, അത് സത്യവുമാണ്. അതിനെ നമ്മൾ തരം തിരിക്കണം, റൈറ്റായി ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഉപദേശം. തന്നെയുമല്ല, ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. മനസ്സിലായോ? ഈ സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കണം എന്നുള്ളത് നമുക്കൊരു ഉപദേശമായി ദൈവം തന്നിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തെ പഠിക്കേണ്ടത് ആവശ്യമാണ്. വചനം നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ദൈവം നമുക്ക് ബുദ്ധിയും ബോധവും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഒക്കെ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഇത് വെച്ച് നമ്മളിതിനെ പഠിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കൃത്യമായി പഠിച്ച് ശരിയായ സത്യത്തെ കൃത്യമായി വിഭജിച്ച് പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് പെട്ടകം പണിതുവെന്നും അതിലൂടെ 8 പേർ രക്ഷിക്കപ്പെട്ടുവെന്നും പ്രളയമുണ്ടായി എന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പെട്ടകം പണിയാൻ പറഞ്ഞു എന്നുള്ളതൊക്കെയും സത്യമാണ്. അത് നമ്മൾ സത്യം പോലെ വിശ്വസിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് രക്ഷയ്ക്ക് ആവശ്യമായി ഒരു പെട്ടകം നിർമ്മിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ദൈവിക സത്യങ്ങളെ നമ്മൾ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് എന്നുള്ള രക്ഷാപദ്ധതിയിൽ ദൈവം എന്താണ് രക്ഷകരമായ പദ്ധതിയായി ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്താണ് രക്ഷപ്പെടാനുള്ള ഉപദേശം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇന്ന് നമുക്കറിയാം ഇന്ന് കൃപായുഗമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രക്ഷയ്ക്ക്, ഇന്ന് കൃത്യമായിട്ടുള്ള തിരുവചനത്തെ പഠിക്കുമ്പോൾ ഇന്ന് രക്ഷയ്ക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് ദൈവവചനത്തെ കൃത്യമായി വിഭജിച്ച് പഠിക്കുക. അപ്പോൾ തന്നെ ഇന്നത്തെ രക്ഷാകര പദ്ധതിയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നിവർത്തിച്ച് രക്ഷണ പദ്ധതിയിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സൗജന്യമായ രക്ഷ വരികയാണ്. അവിടെ നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല എന്നുള്ളതാണ് നമുക്ക് വചനം പറയുന്നത്. അതുകൊണ്ട് കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ
അല്ലെങ്കിൽ കർത്താവ് അതാത് കാലങ്ങളിൽ രക്ഷയ്ക്കായി കൊടുത്തിരിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് കൃപായുഗമായതുകൊണ്ട് രക്ഷയ്ക്കുള്ള മാർഗം പ്രവൃത്തിയാലല്ല, അത് വിശ്വാസത്താൽ തന്നെയാണ്. രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ സുവിശേഷം ദൈവം ലോകത്തോട് പറയുവാൻ വേണ്ടി ഏൽപ്പിച്ച ശുശ്രൂഷകൻ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ പ്രത്യേകമായിട്ടുള്ളൊരു ചിന്ത നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ പദ്ധതി നിർവഹണത്തിന് പ്രത്യേകം വ്യക്തികളെ തിരഞ്ഞെടുത്ത് അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ പ്രത്യേകം വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകം കൃപകളും പ്രത്യേക അമാനുഷിക അധികാരങ്ങളും കൊടുത്ത് ദൈവം തൻ്റെ ആ പദ്ധതിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മോശയുടെ കാര്യം നമുക്കെടുക്കാം. പഴയ നിയമത്തിൽ മോശയെ പോലെ അത്ഭുതങ്ങളും അടയാളം ചെയ്ത മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മോശയ്ക്ക് ആ അധികാരങ്ങളെല്ലാം ദൈവം കൊടുത്തത്? 10 ബാധകൾ അവിടെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ ചെങ്കടൽ വിഭജിക്കുകയാണ്, മന്ന പൊഴിക്കുകയാണ്, കാടപക്ഷിയെ വരുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അമാനുഷികമായ അധികാരത്തോടെ മോശ പ്രവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ പ്രവൃത്തികളെല്ലാം? ഒരു പുറപ്പാടിന് വേണ്ടി, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അധികാരം ദൈവം മോശയ്ക്ക് നൽകിയത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പത്രോസിനും കൂട്ടർക്കും കൊടുത്ത അധികാരത്തെക്കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. കുരുടരെ സൗഖ്യമാക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാനുള്ള അധികാരം അവിടെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പാപം മോചിപ്പിക്കുവാനുള്ള അധികാരം പോലും പത്രോസിന് ആ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവം അന്ന് കൊടുത്തിരിക്കുന്ന അമാനുഷിക അധികാരങ്ങൾ ആ പ്രത്യേകം വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് മോശയ്ക്ക് കൊടുത്ത ആ അധികാരമുള്ള ആരും തന്നെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അധികാരം പോലെയുള്ള അധികാരങ്ങളോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ ഇന്ന് നിലവിലില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അത് അതാത് കാലങ്ങളിൽ ദൈവം കൊടുത്തിരിക്കുന്ന അമാനുഷിക അധികാരികളും അപ്പോസ്തലത്വങ്ങളുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒത്തിരി അമാനുഷികമായിട്ടുള്ള പ്രവൃത്തികളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടെടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവർത്തന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. ഇവിടെ ഈ 2 വ്യക്തികൾക്ക് ദൈവം കൊടുക്കുവാനിരിക്കുന്ന അധികാരങ്ങൾ, ഈ അധികാരങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ? താൻ ഇച്ഛിക്കുമ്പോഴൊക്കെയും മഴ പെയ്യിപ്പിക്കാതിരിക്കാനും ആകാശം അടച്ചു കളയാനും ഇന്ന് കഴിവുള്ള കൃപയുള്ള ഒരു മനുഷ്യനെയും ദൈവം ഇന്നിവിടെ നിർത്തിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യം ഇന്നില്ല. അല്ലെങ്കിൽ ഇന്ന് ചെങ്കടൽ പിളർക്കുവാൻ വേണ്ടിയുള്ള കൃപ കൊടുത്തിട്ടുള്ള ആരും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ആവശ്യമനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് ദൈവമാണ് ഈ കൃപയും കഴിവും ഒക്കെയും അതാത് വ്യക്തികളെ തിരഞ്ഞെടുത്ത് ദൈവം കൊടുക്കുന്നത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിക്കുകയും അവരെ ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള കഴിവും കൃപയും ഒക്കെ എനിക്കും വേണമെന്ന് വാശി പിടിച്ചാൽ വെറുതെ വാശി പിടിക്കാമെന്നേ ഉള്ളൂ. കാരണം ദൈവം ഓരോരുത്തർക്കും വിവിധമായിട്ടുള്ള കൃപകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചു, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ കൃത്യമായി വിഭജിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്
നമ്മൾ ചിന്തിച്ച കാര്യം. അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഉൽപ്പത്തി മുതൽ, മോശയുടെ കാലം മുതൽ, അല്ലെങ്കിൽ പത്രോസിനും കൂട്ടർക്കും കൊടുത്ത അധികാരം മുതൽ, അപ്പോൾ തന്നെ 2 സാക്ഷികൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കൊടുക്കാനിരിക്കുന്ന അധികാരങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ തന്നെ അതുപോലെയുള്ള ഒരു അധികാരം പ്രത്യേകാൽ കൃപായുഗം തുടങ്ങിയപ്പോൾ, ഇവിടെ നമ്മൾ ആദ്യമായി നമ്മൾ വായിച്ചല്ലോ, അപ്പോസ്തലനായ പൗലോസിനെ തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ഞാൻ വെറുതെ നുണ പറയുകയല്ല, പരമാർത്ഥമായ സത്യമായ കാര്യം ഞാൻ പറയുകയാണ്. തക്ക സമയത്ത് അറിയിക്കേണ്ട ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അതെന്താണ്? അനാദികാലം മറഞ്ഞിരുന്നൊരു മാർമിക സത്യം. അത് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യമാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ പഠിക്കുമ്പോൾ ഈ ആഴമുള്ള മാർമിക സത്യത്തെക്കുറിച്ച്, ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു വന്നാണ്. അപ്പോൾ തന്നെ പൂർവ്വകാലത്ത് ഇതാർക്കും അറിവായി വന്നിരുന്നില്ല. യേശുക്രിസ്തുവിനാലും യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലും അത്രേ ഞാൻ ഈ സത്യങ്ങൾ ഗ്രഹിച്ചത്, അല്ലെങ്കിൽ പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിനാലും ആണ് താൻ അപ്പോസ്തലനായിരിക്കുന്നതെന്നും തനിക്കൊരു മർമ്മം വെളിപ്പെട്ടുവെന്നും പൗലോസ് ആധികാരികമായിട്ട് പറയുകയാണ്. അപ്പോൾ പൗലോസും ഒരർത്ഥത്തിൽ ആരാണ്? അപ്പോസ്തലനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പൗലോസിനുള്ള അപ്പോസ്തല അധികാരം പോലെയുള്ള ഒരു അധികാരമുള്ള ഒരു അപ്പോസ്തലനും ഇന്ന് ഈ ഭൂമിയിലില്ല. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനെ ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം സഭയുടെ അടിസ്ഥാന കല്ലുകളാണ്. അപ്പോസ്തലന്മാരാകുന്ന അടിത്തറമേൽ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പോസ്തോലിക സഭയിലെ അംഗങ്ങൾ തന്നെയാണ്. കാരണം എന്താണ്? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അപ്പോസ്തോലിക അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പൗലോസിന് കൊടുത്തിരിക്കുന്ന അപ്പോസ്തലത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ന്റെ അവസാന ഭാഗം തുടങ്ങി 12-ാം വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ, ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, മറ്റുള്ള അപ്പോസ്തലന്മാരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ. കാരണം രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് 12 പേരെയായിരുന്നു. അവർക്ക് കൊടുത്ത അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, ജാതികളുടെ അപ്പോസ്തലനായ ഞാൻ, പൗലോസിനെ കുറിച്ച് പറയുകയാണ്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ട് വന്നുവല്ലോ. അപ്പോൾ താനൊരു അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്, അപ്പോസ്തലനാണെങ്കിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം. ഞാനൊരു അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വചനപ്രകാരം അപ്പോസ്തലനായിരിക്കേണ്ടവന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ഉണ്ടായിരിക്കണം. നിലവിൽ ഇന്ന് അപ്പോസ്തല അധികാരം ഇല്ല, ആരും തന്നെ അപ്പോസ്തലന്മാരുമല്ല എന്നുള്ളത് നമ്മൾ സത്യം മനസ്സിലാക്കണം. അങ്ങനെ പലരും പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഈ അധികാരങ്ങളൊന്നും ഇല്ലായകിയാൽ അവർ അപ്പോസ്തലന്മാരല്ല എന്നുള്ളത് വചനപ്രകാരം നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. ഇവിടെ പറയുകയാണ്, പൂർണ്ണ സഹിഷ്ണുതയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും പൗലോസിലൂടെ നടന്നുവെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പൗലോസ് മരിച്ചവനെ ഉയർപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അത്ഭുതകരമായ രോഗശാന്തി നൽകിയിട്ടുണ്ട്, മാനുഷികമായിട്ടുള്ള പ്രവൃത്തികളെ പൗലോസ് ചെയ്തിട്ടുണ്ട്, വീര്യപ്രവൃത്തികൾ പൗലോസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗലാത്യ ലേഖനം 1-2 അധ്യായങ്ങൾ, എഫെസ്യ ലേഖനം 2-3 അധ്യായങ്ങൾ, കൊലോസ്യ ലേഖനം 1-ന്റെ 27-ാം വാക്യം, റോമർ ലേഖനം 16-ന്റെ 25-ാം വാക്യം, റോമർ 11-ന്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നു, ജാതികളുടെ അപ്പോസ്തലനായിരിക്കുക. പൗലോസ് ജാതികളുടെ അപ്പോസ്തലനാണെന്ന് പറയുന്നു. മേൽ പറഞ്ഞ വചനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കൃപായുഗത്തിൽ പ്രത്യേകമായൊരു തിരഞ്ഞെടുപ്പിൻ പ്രകാരം അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ സകല മാനവകുലത്തിനും വേണ്ടി ജാതികളുടെ അപ്പോസ്തലനായി തിരഞ്ഞെടുത്ത ചരിത്രം ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് തക്ക സമയത്ത് അറിയിക്കേണ്ട ഒരു സുവിശേഷം വരമേൽപ്പിച്ചു. ആ സുവിശേഷമാണ് കർത്താവിൻ്റെ റാപ്ചർ വരെ, കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് പ്രാരംഭത്തിൽ ചിന്തിച്ചത്? റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമെല്ലാം സത്യമാണ്. ആ സത്യവചനത്തെ യഥാർത്ഥമായി കൃത്യമായി വിഭജിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ രക്ഷ എങ്ങനെയെന്നും നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയെന്നും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യം തലക്കെട്ടിൽ ചിന്തിച്ചു, കാര്യകാരണ സഹിതം റൈറ്റ്ലി ഡിവൈഡ്. കാര്യകാരണ സഹിതമുള്ള കൃത്യമായിട്ടുള്ള വിഭജനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഈ പുസ്തകം
അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു പുസ്തകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനും കാര്യകാരണ സഹിതം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു 7 പോയിന്റ് കൃത്യമായിട്ട് പെട്ടെന്ന് ചിന്തിക്കാം. അപ്പസ്തല പ്രവൃത്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രമമായിട്ട് ഞാനൊന്ന് വായിക്കാം. അതായത്, യഹൂദനിൽ നിന്നും ജാതികളിലേക്ക് രക്ഷ പോവുകയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ തന്നെ മണവാട്ടി സഭയിൽ നിന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പദ്ധതിയിലേക്ക് ദൈവം കാര്യങ്ങളെ മാറ്റുകയാണ്. ഭൂമിയിലെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് എന്നുള്ള പ്രത്യാശയിൽ നിന്നും സ്വർഗീയമായൊരു പ്രത്യാശയിലേക്ക്, റാപ്ചറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 12 പേരുടെ ശുശ്രൂഷയിൽ നിന്നും, 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ നിന്നും ഒരു അപ്പോസ്തലനായ, അതായത് പൗലോസിലേക്ക്, ഒരുവനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കർത്താവിൻ്റെ 2ാം വരവ്, മഹത്വ പ്രത്യക്ഷത എന്നുള്ള വിഷയത്തിൽ നിന്നും കർത്താവിൻ്റെ ഉൽപ്രാപണം, മധ്യാകാശത്തിൽ നമ്മെ ചേർക്കുന്നൊരു വരവിനെക്കുറിച്ച് ആ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ന്യായപ്രമാണ യുഗത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പസ്തല പ്രവൃത്തിയിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ പോയത്? ഇവിടെ ഈ രക്ഷ ജാതികളിലേക്ക് പോകാൻ കാരണം 3 പ്രാവശ്യമെങ്കിലും പൗലോസ് അപ്പസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം, 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 28-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലൊക്കെയും അവിടെ എന്താണ് പറയുന്നത്? യഹൂദന്മാരുടെ തിരസ്കരണം മൂലം നിങ്ങളിൽ നിന്നും ഈ രക്ഷ ജാതികളിലേക്ക് ദൈവം കൊടുക്കുകയാണ്. കർത്താവ് 12 പേരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ജാതികളുടെ പട്ടണങ്ങളിലേക്ക് പോകരുത്, ജാതികളുടെ ഇടയിലേക്ക് പോകരുത്, നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ എന്ന് പറഞ്ഞ് പ്രത്യേകം 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞുപിടിച്ച് അവർ ദൗത്യം കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, പൗലോസിനോട് ദൈവം പറയുകയാണ്, നീ ജാതികളുടെ ഇടയിലേക്ക്, നിന്നെ ഞാൻ വിദൂരത്തെ ജാതികളുടെ ഇടയിലേക്ക് അയക്കുമെന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ യഹൂദനിൽ നിന്നും ഈ പദ്ധതി ജാതികളിലേക്ക് പോകുന്നത്? അവിടെയാണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം നിർത്തൽ ചെയ്തുകൊണ്ട് കൃപയുടെ സുവിശേഷത്തിൻ്റെ ആരംഭം ദൈവം കുറിക്കുന്നത്. പൗലോസ് എന്ന പ്രഥമ വ്യക്തിയിലൂടെയാണ് ഈ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് അത് പ്രോഗ്രസീവായി തനിക്കത് വെളിപ്പാടുകളിലൂടെ 10-28 വർഷത്തിൻ്റെ അന്തരത്തിൽ പൗലോസിന് ദൈവം കൂടെ വെളിപ്പാടുകൾ നൽകിയാണ്. വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ എന്ന് പറയുന്ന തരത്തിൽ പുതിയ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന മാർമിക സത്യം പടിപടിയായി പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് പൗലോസ് തൻ്റെ 13 ലേഖനത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എബ്രായ ലേഖനവും പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റിനോടുള്ള ബന്ധത്തിലല്ല, അത് ദൈവരാജ സുവിശേഷമായിട്ടുള്ള ബന്ധത്തിൽ അതവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ എന്താണ് യഹൂദർ തിരസ്കരിച്ചത്, അല്ലെങ്കിൽ ആരെയാണ് തിരസ്കരിച്ചത് എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ടല്ലോ. ഇവിടെ പ്രധാനമായും പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും, അപ്പോൾ തന്നെ 12 അപ്പോസ്തലന്മാരെയും സ്നാപയോഹന്നാനെയും, അപ്പോൾ തന്നെ അവരോട് സുവിശേഷം പറഞ്ഞ പൗലോസിനെയും, അല്ലെങ്കിൽ സത്യസുവിശേഷത്തെ അവർ തിരസ്കരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 വാക്യങ്ങൾ നമുക്ക് തെളിവിനാധാരമായി പറയാം. കാര്യകാരണ സഹിതമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ എന്താണ് യഹൂദർ തിരസ്കരിച്ചത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ച സ്നാപയോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കായകയാൽ അവിടെ പിതാവായ ദൈവത്തിൻ്റെ ആലോചനയെ അവർ തിരസ്കരിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയെ തിരസ്കരിക്കുന്നത് പിതാവായ ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ന്റെ 40-ാം വാക്യം പറയുകയാണ്, അവിടെ ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരിക, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയും അവർ ബറാബാസിനെ സ്വീകരിച്ചു, പക്ഷേ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 55 വാക്യങ്ങളിൽ അവിടെ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരോട് സുവിശേഷം പറയുമ്പോൾ അവിടെ ഈ സ്തേഫാനോസിനെയും തിരസ്കരിക്കുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് അവർ മറുത്തു നിൽക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള അവരുടെ ആ ദൂഷണവും അല്ലെങ്കിൽ ആ തിരസ്കരണവും ഇവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ തന്നെ അതിനെല്ലാം ഒടുവിൽ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നാപയോഹന്നാനെയും 12 അപ്പോസ്തലന്മാരെയും തിരസ്കരിച്ച ഈ ജനത്തിൻ്റെ അടുക്കിലേക്ക് ഒടുവിൽ പൗലോസിനെ കൂടി ദൈവം അയക്കുകയാണ്. അപ്പോഴാണ് അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 46-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ആദ്യം നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു, നിങ്ങളതിനെ തള്ളിയത് കൊണ്ട് ഇതാ ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോകുന്നു എന്ന് പൗലോസും പറയുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നനയ്ക്കരുത്, ഈ സത്യം, ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത്. തൻ്റെ ജനത്തെ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ അംശമായി അവർക്ക് കാഠിന്യം
ഭവിച്ചിരിക്കുകയാണ്. കാരണം എന്താ, ഈ ദൈവിക സത്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവരതിനെ തിരസ്കരിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ മനസ്സിലാക്കി, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, യഹൂദനിൽ നിന്നും ജാതിയിലേക്ക്, രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക്, മണവാട്ടി സഭ എന്ന പദ്ധതിയിൽ നിന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന പദ്ധതിയിലേക്ക്, ഭൂമിയിലെ 1000 ആണ്ട് എന്നുള്ള പ്രത്യാശയിൽ നിന്ന് നേരെ സ്വർഗീയമായ ഒരു പ്രത്യാശയിലേക്ക്, റാപ്ചറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 12 പേരുടെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ നിന്നും ഒരുവനായ പൗലോസിലേക്ക് കാര്യങ്ങൾ ശുശ്രൂഷ ഭാരമേൽപ്പിക്കപ്പെടുകയാണ്. അവിടെ കർത്താവിൻ്റെ 2ാം മടങ്ങിയ വരവിന് വേണ്ടി അവർ കാത്തിരുന്നുവെങ്കിൽ ഇതാ അതിനു മുൻപായിട്ട് മിസ്റ്ററി ഗോസ്പലിൽ വെളിപ്പെട്ട കർത്താവിൻ്റെ റാപ്ചറിന് വേണ്ടി, ഉൽപ്രാവണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ന്യായപ്രമാണ യുഗത്തിൽ നിന്ന് നേരെ കൃപയുടെ സുവിശേഷത്തിലേക്ക്, കൃപായുഗത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയാണ്. ആ മാറ്റപ്പെടാനുണ്ടായ കാരണം യഹൂദൻ്റെ തിരസ്കരണമാണ്. അവർ സത്യത്തെ തിരസ്കരിച്ചത് കൊണ്ടാണ് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാൻ ദൈവത്തെയും, അപ്പോൾ തന്നെ ദൈവം അവരുടെ അടുക്കിലേക്ക് അയച്ച സകല മാനവകുലത്തെയും അല്ലെങ്കിൽ പ്രവാചകന്മാരെയും അപ്പസ്വലന്മാരെയും ഒക്കെ അവർ തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഈ പദ്ധതി ജാതികളിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഈ 2 പദ്ധതിയുടെയും വ്യത്യസ്തതകൾ നമുക്ക് മനസ്സിലാക്കണം. ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് ഈ വ്യത്യസ്തതകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യത്യസ്തത കാണാൻ കഴിയുന്നില്ല. കാരണം ഇത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടത് ആവശ്യമാണ്, സ്റ്റഡി ചെയ്യേണ്ടത് ആവശ്യമാണ്. 2 തിമോത്തിയോസ് 2:15 വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ അതിനെ പഠിക്കുവാനാണ് ദൈവം ആഹ്വാനം പറയുന്നത്. ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 2 പദ്ധതിയുടെയും വ്യത്യാസം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷത്തിലെയും കൃപയുടെ സുവിശേഷത്തിലെയും രക്ഷാമാർഗത്തിലെ വ്യത്യസ്തതകളെ നമുക്ക് കാര്യകാരണ സഹിതം നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രാരംഭമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇരട്ട പിറന്ന 2 കുഞ്ഞുങ്ങളെ പോലെയാണ് ദൈവത്തിൻ്റെ ഈ 2 പദ്ധതികളും. കാരണം സമാനമായ സാമ്യങ്ങളേറെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ രക്ഷാമാർഗത്തിലും അപ്പോൾ തന്നെ കൃപയുടെ സുവിശേഷത്തിൻ്റെ രക്ഷാമാർഗത്തിലുമുണ്ട്. ഉദാഹരണം, ക്രിസ്തു 2ലുമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം 2ലുമുണ്ട്, വിശ്വാസം 2ലുമുണ്ട്. അപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസം പ്ലസ് പ്രവൃത്തി ആയിരിക്കുമ്പോൾ കൃപയുടെ സുവിശേഷത്തിൽ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസം മാത്രം മതി, പ്ലസ് ഒന്നും തന്നെ ആവശ്യമില്ല. ഇങ്ങനെ ചെറിയ വ്യത്യാസമേ 2 സുവിശേഷങ്ങളിലുമുള്ളൂ. അപ്പോൾ തന്നെ അത് വലിയ വ്യത്യാസവുമാണ്. സൂക്ഷ്മ പരിശോധനയിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വാക്യങ്ങൾ പിന്നെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 2:37 വാക്യം മുതൽ വായിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം രക്ഷിക്കപ്പെടുവാൻ പത്രോസ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. വിശ്വാസവും പ്രവൃത്തിയും അവിടെ ആവശ്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ എഫെസ്യ ലേഖനം 2:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യത്തിൽ പറയുകയാണ്, അവിടെ നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നുവെന്ന് പത്രോസ് പറയുമ്പോൾ തീത്തോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ പറയുകയാണ്, നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല നമ്മുടെ രക്ഷ, ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലുമാണ് എന്നവിടെ പറയുകയാണ്. അപ്പോൾ തന്നെ അബ്രാഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് റോമാലേഖനം 4:3 പൗലോസ് പറയുമ്പോൾ യാക്കോബ് പറയുകയാണ്, അബ്രാഹാം വെറും വിശ്വാസത്താൽ മാത്രമാണോ നീതീകരിക്കപ്പെട്ടത്, അവൻ പ്രവൃത്തിയാൽ കൂടിയല്ലയോ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2ഉം, രാജ്യത്തിൻ്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ രക്ഷയ്ക്ക് രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസവും പ്ലസ് പ്രവൃത്തിയും ആവശ്യമാണെന്ന് കാണാം. എന്നാൽ കൃപായുഗ സുവിശേഷത്തിൽ മറഞ്ഞിരുന്ന മാർമിക സത്യം പൗലോസിലൂടെ വെളിപ്പെട്ടപ്പോൾ അവിടെ രക്ഷയ്ക്ക് ആധാരമായി പ്രവൃത്തി ആവശ്യമില്ല, മറിച്ച് കൃപയാലാണ്, സൗജന്യമായിട്ടാണ് രക്ഷ, വിശ്വാസം മാത്രം മതി എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കുകയാണ്. നമുക്കിനി ആ വാക്യങ്ങളെ ഒന്ന് വായിക്കാം. അതായത് രാജ്യത്തിൻ്റെ സുവിശേഷത്തിലെയും കൃപയുടെ സുവിശേഷത്തിലെയും 2ൻ്റെയും വ്യത്യസ്തത, ഇരട്ട പിറന്ന കുഞ്ഞുങ്ങളെ കൃത്യമായി നോക്കി 2ഉം 2ആണെന്ന് തിരിച്ചറിയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് 2ഉം ഒന്നാണെന്ന് ചിന്തിച്ച് ഇരിക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവിക സത്യങ്ങളെ തരം തിരിച്ച് കൃത്യമായി വിഭജിച്ച് മനസ്സിലാക്കുക. എല്ലാം ദൈവവചന സത്യമാണ്. പത്രോസിന് പരമേൽപ്പിച്ച രാജ്യത്തിൻ്റെ സുവിശേഷം സത്യമാണ്, കൃത്യമാണ്, 100%. പക്ഷേ അത് കൃപയുടെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിനെ വ്യത്യസ്തമായി തരംതിരിച്ച് പഠിച്ച് അത് നമ്മുടെ സുവിശേഷം, കൃപയുടെ സുവിശേഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചനുസരിച്ച് രക്ഷിക്കപ്പെടുന്നൊരു പദ്ധതിയിലല്ല ദൈവം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പണിപ്പുര എന്ന് കൃപയുടെ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പണിപ്പുരയാണ്. കൃത്യമായ അതിൽ ഭാഗവാക്കുകളായി നമ്മുടെ രക്ഷയും വിളിയും തിരഞ്ഞെടുത്ത് അത് കൃത്യമായി അതിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം രക്ഷ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ
തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോടും ശേഷം അപ്പസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? പത്രോസ് എന്താണ് പറഞ്ഞത്? പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, കർത്താവ് പറഞ്ഞില്ലേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. ജലത്തിലുള്ള ഈ സ്നാനം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം കിട്ടുമെന്നാണ് പത്രോസിൻ്റെ ഉപദേശം. മനസ്സിലായോ? അപ്പോൾ തന്നെ എഫെസ് ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് കൃപയുടെ സുവിശേഷത്തിൽ, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിലിറങ്ങി ജലസ്നാനം സ്വീകരിച്ചു. ജലസ്നാനം എന്ന പ്രവൃത്തിയാലല്ല, എനിക്ക് യാതൊരു പ്രവൃത്തിയാലുമല്ല. ഈ സ്നാനത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നത് അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും തന്നെ ഇവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കൃപയെങ്കിൽ അത് 100% കൃപയാണ്. റോമാലേഖനം 11:6 വാക്യത്തിൽ പറയുന്നുണ്ട്. അതിനോട് അല്പം പ്രവൃത്തി ആഡ് ചെയ്താൽ അത് കൃപയല്ലാതായി പോകും. 100% കൃപ വേണമെങ്കിൽ വിശ്വാസത്താലുള്ള ഈ രക്ഷ ഏറ്റെടുക്കണം. അപ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറയുകയാണ്, അപ്പോൾ പത്രോസ് വായ തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് വ്യക്തമായി പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല, കാര്യങ്ങളൊക്കെ ശരിയാണ്. ഏത് ജാതിയിൽ പെട്ടവനായാലും ശരി, നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നീതി പ്രവർത്തിച്ചാൽ തന്നെയാണ് ദൈവം അംഗീകരിക്കുന്നുള്ളൂ. അതായത് രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം യഹൂദനിലൂടെ ജാതികളിലേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നു. ആ രക്ഷാമാർഗത്തിലൂടെ യഹൂദനിലൂടെ ഒരു രക്ഷ ജാതികളിലേക്ക് പോകണമായിരുന്നു. അതായിരുന്നു ദൈവത്തിൻ്റെ പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗം. ഇവിടെ പറയുകയാണ്, ഇനി പത്രോസിന് മനസ്സിലാക്കിയാണ് അവിടെ യഹൂദന് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ചിന്താഗതി അല്പമായി പ്രോഗ്രസീവായിട്ട് പത്രോസിന് വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറയുകയാണ്, ദൈവത്തിന് ഇപ്പോൾ മുഖപക്ഷമില്ല എന്ന് വാസ്തവമായി ഇപ്പോഴാണ് താനത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീതി പ്രവർത്തിക്കുന്ന ഏവനെയും ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നീതി പ്രവർത്തികൾ ആവശ്യമാണ്, വിശ്വാസം പ്ലസ് പ്രവൃത്തി ആവശ്യമാണ്. അപ്പോൾ തന്നെ ഈ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ ഇനി വെള്ളം വിലക്കുവാൻ ഞാൻ ആര് എന്ന് പറഞ്ഞ് അവരെ സ്നാനം കഴിപ്പിക്കാനും പത്രോസ് പറയുന്നുണ്ട്. അതെന്താണ്? രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള വിശ്വാസത്താലുള്ള രക്ഷ, മനസാന്തരപ്പെടുകയും ജലസ്നാനം സ്വീകരിക്കുകയും അപ്പോൾ തന്നെ നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ള ആ ദൈവരാജ്യ പദ്ധതിയിലാണ് പത്രോസ് ഈ കാര്യം പറയുന്നത്. നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൃപായുഗ സുവിശേഷം വെളിപ്പെട്ട, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം നിറത്തിൽ ചെയ്ത് കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ പൗലോസ് അവിടെ എന്താണ് പറയുന്നത്? തീത്തോസ് 3:4-5 വാക്യങ്ങൾ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. ഇവിടെ പൗലോസ് വ്യക്തമായി പറയുകയാണ്, ദൈവത്തിൻ്റെ മനുഷ്യപ്രീതിയും ദൈവത്തിൻ്റെ കൃപയും ദയയും എല്ലാം ഉദിച്ചപ്പോൾ, അത് ഉദിക്കാൻ ഒരു പ്രത്യേക കാലഘട്ടം വേണ്ടി വന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം തിരസ്കരിച്ചതിന് ശേഷം തക്ക സമയത്ത് അറിയിക്കേണ്ട സുവിശേഷം എന്ന് പറയുന്ന കൃപയുടെ സുവിശേഷം പൗലോസിനെ പരമേൽപ്പിച്ചപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, അങ്ങനെ ഒരു ദൈവത്തിന് ഒരു കരുണ തോന്നിയപ്പോൾ, കരുണാ പദ്ധതിയുടെ പ്രകാരം മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തുനിഞ്ഞപ്പോൾ, മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ ചെയ്തതിൻ്റെ കണക്കിലല്ല ദൈവം രക്ഷിച്ചെടുക്കുന്നത്. സകല നീതിയും നിവർത്തിച്ച് ക്രൂശിൽ നിവർത്തിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. ദൈവം നമ്മളോട് കരുണ തോന്നിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷാപദ്ധതിയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു പദ്ധതി. അവിടെ പ്രവൃത്തി വേണ്ട, രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടവർ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അവർക്കത് പ്രതിഫലമായി സ്വർഗത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമില്ല. തന്നെയുമല്ല, റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. വിശ്വാസം അത് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് കൃപയുടെ സുവിശേഷത്തിൽ പൗലോസിന് വെളിപ്പെട്ട സുവിശേഷ പ്രകാരം
ഇവിടെ പ്രവർത്തിയാലല്ല വിശ്വാസത്താൽ തന്നെയാണ് നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പൗലോസ് ഇവിടെ സ്ഥാപിക്കുകയാണ്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? രാജ്യത്തിൻ്റെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ യാക്കോബ് പറയുകയാണ്, യാക്കോബ് 2:21 നമ്മുടെ പിതാവായ അബ്രാഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇവിടെ യാക്കോബ് എന്താ പറയുന്നത്? പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. പൗലോസ് റോമാലേഖനത്തിൽ എന്താ പറഞ്ഞത്? പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടതെന്നാണോ? അല്ല, വിശ്വാസത്താലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ റോമാലേഖനവും യാക്കോബിൻ്റെ ലേഖനവും വായിച്ചു കഴിഞ്ഞാൽ രാവും പകലും പോലെ വ്യത്യാസം കിടക്കുന്നുണ്ട്. അവിടെ ഇരട്ട പറഞ്ഞ കുട്ടികളെ പോലെയല്ല, രാവും പകലും പോലത്തെ. യാക്കോബ് പറയുകയാണ് പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജീവം. പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ വേർപെട്ടുപോയി. നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3:2 മുതലുള്ള വാക്യങ്ങൾ. ഇതൊന്നു മാത്രം ഞാൻ നിങ്ങളോട് ഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. പത്രോസ് പറഞ്ഞില്ലേ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ, എന്തെങ്കിലും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മൂലം എന്തെങ്കിലും കാര്യങ്ങൾ കർമാചാരങ്ങൾ ചെയ്തതുകൊണ്ടോ വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന് ലഭിച്ചത്, അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസത്തിൻ്റെ വചനം കേൾക്കുന്ന അതേ മാത്രയിൽ നമുക്ക് എന്ത് ലഭിക്കുകയാണ്? പരിശുദ്ധാത്മാവിനാൽ മുദ്ര ലഭിക്കുകയാണ് എന്നുള്ളതാണ് എഫെസ്യ ലേഖനം 1:13-14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നുണ്ട്, ഏകാത്മാവിനാൽ നമ്മളെല്ലാവരും സ്നാനമേറ്റ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അപ്പോൾ കൃപയാലുള്ള രക്ഷ ഏറ്റെടുത്ത ഈ ഗലാത്യ സഭക്കാർ പോലും പിന്നീട് എന്ത് ചെയ്തു? ഈ ന്യായപ്രമാണത്തിൻ്റെ പഴയ ആ പ്രവൃത്തിയിലേക്കൊക്കെ പോയാൽ മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് പല കർമാചാരങ്ങൾ പ്രവൃത്തിയിലേക്ക് പോകുവാൻ തുടങ്ങി. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരാണോ? ആത്മാവ് കൊണ്ടല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ ലഭിച്ചത് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ നിങ്ങൾക്ക് രക്ഷ കൈവന്നത്? ആത്മാവിനെ ലഭിച്ചത് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അതിൽ കാത്തിരുന്നിട്ടാണോ, 40 ദിവസം ഉപവസിച്ചിട്ടാണോ? നമ്മളിത് മനസ്സിലാക്കി പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലാണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ എന്തൊക്കെ പ്രവൃത്തികൾ ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ട്? ജലത്തിൽ സ്നാനപ്പെടുന്നുണ്ട്, കിട്ടിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കിട്ടിയില്ല എന്നുള്ള തോന്നലോടുകൂടെ 40 ദിവസം ഉപവസിക്കുന്നുണ്ട്, കാത്തിരിപ്പ് യോഗങ്ങൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് ഈ കൂട്ടർ പറയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്, അതോ വിശ്വാസത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടതുകൊണ്ടോ, കൃപയുടെ സുവിശേഷം നിങ്ങൾ കേട്ടതുകൊണ്ടോ, വിശ്വസിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്കിത് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രേ എന്ന് വരികിൽ എന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ വെറുതെ കഷ്ടപ്പെട്ടുവോ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് അറിവിൻ. ഇവിടെ വിശ്വാസവും പ്ലസ് പ്രവൃത്തി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും പഠിക്കുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്ന സുവിശേഷവും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷവും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഒന്നിൽ വിശ്വാസം പ്ലസ് പ്രവൃത്തി ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഒന്നിൽ ജലസ്നാനവും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ ഒരു പ്രത്യേക രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെയും ആവശ്യമായിരുന്നു രക്ഷയ്ക്ക്. എങ്കിൽ ഇവിടെ ഇതാ യഹൂദൻ്റെ തിരസ്കരണം മൂലം ഈ രക്ഷ, അല്ലെങ്കിൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക പദ്ധതി ജാതികളുടെ അപ്പോസ്തലനാക്കി പൗലോസിനെ തിരഞ്ഞെടുത്ത് ജാതികളിലേക്ക് സുവിശേഷം അറിയിച്ചപ്പോൾ അതിൽ വ്യത്യസ്തതകൾ അനേകമാണ്. ഇതാണ് നമ്മളിന്ന് കാര്യകാരണ സഹിതം നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ വചനത്തെ യഥാർത്ഥമായി, സത്യവചനമാണ് എല്ലാം തന്നെ, എല്ലാ വചനവും സത്യമാണ് എങ്കിൽ പോലും അതിനെ വിഭജിച്ച് കൃത്യമായി തരംതിരിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ട സുവിശേഷം പൗലോസിലൂടെയാണ് ദൈവം തന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഓരോരോ കാലഘട്ടത്തിലും ദൈവം തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ അമാനുഷിക അധികാരങ്ങൾ കൊടുത്ത് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓരോരോ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന അമാനുഷിക അധികാരങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ കൊടുത്തതാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ നൽകിയിട്ടുണ്ട്, ആർക്കൊക്കെ നൽകിയിട്ടുണ്ട്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നൊക്കെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ്റെ അധികാരങ്ങളൊക്കെയും നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന
ഒരു ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുവാൻ കാരണം എന്താണ്? യഹൂദൻ്റെ തിരസ്കരണമാണ്. പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് അയച്ച ദൈവപുരുഷന്മാരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ ഒക്കെയും അവർ തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഈ കൃപയുടെ സുവിശേഷം, മറഞ്ഞിരുന്ന മാർമിക സത്യം വെളിപ്പെടുത്തി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ദൈവം മാറ്റിയത്. ഇനി ആ രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും പുനരാരംഭിക്കണമെങ്കിൽ കൃപയുടെ സുവിശേഷത്താൽ ഇന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ദൈവം ചേർത്ത് കൊണ്ടാൽ മാത്രമാണ്, റാപ്ചറിന് ശേഷം മാത്രമാണ് നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം വീണ്ടും പുനരാരംഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോഴാണ് 2 സാക്ഷികളും 144,000 പേരും ഒക്കെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ച് വളരെ അമാനുഷിക അധികാരങ്ങൾ കൊടുത്ത് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ അല്പമായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷത്തിലെ രക്ഷയും കൃപയുടെ സുവിശേഷത്തിൻ്റെ രക്ഷയെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ഒരു ഇരട്ട പിറന്ന 2 കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തി അവരുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യത്യസ്തതകൾ മനസ്സിലാക്കി ഇത് രണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതുപോലെ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസവും പ്ലസ് പ്രവൃത്തിയും ആവശ്യമായിരുന്നുവെങ്കിൽ കൃപയുടെ സുവിശേഷത്തിൽ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലേ അല്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ വചനത്തെ കൃത്യമായി വിഭജിച്ച് പഠിച്ച് രക്ഷാമാർഗത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. കാര്യകാരണ സഹിതം റൈറ്റ്ലി ഡിവൈഡ് എന്നുള്ള ആശയം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളെ കണക്ക് പഠിപ്പിക്കുമ്പോൾ കണക്ക് പഠിക്കാനുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ കണക്ക് കൂട്ടുവാനുള്ള മെത്തേഡുകൾ നമ്മൾ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഗുണനപ്പട്ടികയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് സംഖ്യയും കണക്ക് കൂട്ടി ഗുണിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. എന്നതുപോലെ തന്നെ ഇതൊരു സാമ്പിളായിട്ട് കാര്യകാരണ സഹിതം നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഉദാഹരണം വായിക്കുവാൻ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം അക്ഷരം അറിഞ്ഞിരിക്കണമെന്ന് പറയുന്ന പോലെ. അപ്പോൾ ആദ്യം അക്ഷരമാണ് പഠിക്കേണ്ടത്, ആദ്യം പട്ടികയാണ് പഠിക്കേണ്ടത്. അതിനുശേഷമാണ് ഓരോ കണക്കുകളും. അതനുസരിച്ച് നമുക്ക് ഏത് കണക്ക് വന്നാലും കണക്ക് കൂട്ടിയെടുക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ വളരുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും വചനം വായിച്ച് അതിൻ്റെ പുറകെ നമ്മൾ എന്തെങ്കിലും കുത്തിക്കുറിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആദ്യം പഠിക്കേണ്ട മാനദണ്ഡം നമ്മൾ ശരിയാക്കണം. എന്നാൽ മാത്രമാണ് തുടർന്ന് മുന്നോട്ട് സുഗമമായി പഠിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പട്ടിക അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ഏത് കണക്കും ഇട്ടുകൊടുത്താൽ അവന് ചെയ്യാൻ കഴിയില്ല. മറിച്ച് അവൻ ഓരോ കണക്ക് വരുന്തോറും ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എങ്ങനെ കൂട്ടണം, എങ്ങനെ ഗുണിക്കണം എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ സംശയങ്ങൾ മാറുകയില്ല. എന്നാൽ അടിസ്ഥാനപരമായി അവനെ കണക്ക് പഠിപ്പിക്കാൻ എങ്ങനെയാണ്? ആ ഗുണനപ്പട്ടിക പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് കണക്കിട്ട് കൊടുത്താലും ഗുണിക്കുവാൻ അവന് കഴിയും എന്നുള്ളത് സത്യം തിരിച്ചറിയുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മാനദണ്ഡം ഇതിനെ റൈറ്റായി ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ദൈവത്തിൻ്റെ വചനം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ പോയതിനെ കൃത്യമായി മനസ്സിലാക്കുക. പ്രോഗ്രസീവ് റെവലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഉപദേശത്തിലേക്കും സത്യത്തിലേക്കും ദൈവം നമ്മളെ നടത്തിക്കൊള്ളും. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.